ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെയും ആദിക്കുട്ടൻ്റെയും അനിയണൻ്റെയും അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അപ്പം വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഞാൻ അമ്പലത്തിലേക്ക് പോകാനായിട്ടൊന്ന് വരയ്ക്കാനൊക്കെ പോയിട്ട് തിരികെ വന്നു. അപ്പോൾ അധികം പണികളൊന്നും ഇല്ല കേട്ടോ. അപ്പം റൂമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇനി വിളക്ക് വെക്കണം. അത് കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകണം. ഇന്ന് നാളെയും കൂടിയുള്ള അമ്പലത്തിൽ ചെറുപ്പ് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. അപ്പം നാളെ ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾക്ക് കടയൊന്നുമില്ല, അവധിയാണ്. അപ്പം അമ്പലത്തിൽ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ചോറ് ഭക്ഷണം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ പോയി കഴിക്കും. പിന്നെ അനിയനും അച്ഛനും ആദ്യകൂട്ടനൊക്കെ ഇവിടെ വെക്കാണ് കേട്ടോ. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട്. അതെല്ലാം കഴുകി കഴിഞ്ഞ് അങ്ങനെ അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി. നാളത്തെ പ്ലാൻ അതൊക്കെയാണ് കേട്ടോ. അപ്പം റീൽസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുഞ്ഞു മേക്കപ്പൊക്കെ ഇട്ട് ഇപ്പോൾ മഞ്ഞുകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ മുഖത്തിനൊക്കെ ഭയങ്കരമായിട്ട് വരൾച്ച എന്തൊക്കെയാണ് കേട്ടോ. ഞാൻ സബോളയും ക്രീമാണ് എപ്പോഴും തേക്കാറ്. അത് കടയിൽ വെച്ച് മറന്നുപോയി കേട്ടോ. പിന്നെ പൗഡറൊക്കെ വെച്ചു. അപ്പോൾ നമ്മുടെ ആദ്യക്കൂട്ടൻ ഇങ്ങനെ ഒരുപാട് കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം മഞ്ഞൊക്കെ ആയതുകൊണ്ട് നല്ല ചുമയാണ് കേട്ടോ. നിർത്താൻ പറ്റാത്ത ചുമയൊക്കെ ആയിരുന്നു. അവന് പരീക്ഷയൊക്കെ ആയിരുന്നു. പരീക്ഷൻ്റെ 2-3 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് പല്ല് വേദന വന്ന് ഈ മിഠായി തിന്നു കഴിഞ്ഞാൽ വായൊന്നും കഴുകില്ല. അപ്പം തന്നെ വായ കഴുകുകയാണെങ്കിൽ പല്ലിൽ പോട് കുത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വായിക്കകത്ത് നല്ല പോടുണ്ട് കേട്ടോ ആദ്യക്കുട്ടൻ്റെ. അത് കാരണം ഇപ്പോൾ പല്ല് വേദനയാണ്. കുറേ ദിവസം അടുപ്പിച്ച് പല്ല് വേദനയാണ് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, കരിക്കട്ട ഇതെല്ലാം കൂടി ചേർത്ത് പേസ്റ്റാക്കിയിട്ട് പല്ല് തേച്ച് കൊടുത്തു. അപ്പോൾ അവന് മാറുമായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം മാത്രം 1-2 ദിവസമായിട്ട് ഇവനും പല്ല് വേദന മാറുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഊന് വീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ഊന് വീക്കം നല്ല നീര് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചേർത്തലയിൽ പോയി ദന്ത ഡോക്ടർ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുട്ടികളെ കാണിക്കുന്ന പീഡിയാട്രിക് കുട്ടികളുടെ തന്നെ വേറെ ഡോക്ടർ, ദന്ത ഡോക്ടറെയല്ല കണ്ടത്, അതല്ലാതൊരു കുട്ടികളെ നോക്കുന്ന ഡോക്ടറെയാണ് കണ്ടത്. അങ്ങനെ ഡോക്ടർ മരുന്ന് തന്നു കേട്ടോ. അത് പാരസെറ്റമോളിൻ്റെ 500 ഗ്രാമിൻ്റെ ഗുളികയാണ് തന്നത് കേട്ടോ. അത് 2-3 ദിവസം കഴിച്ചു. പിന്നെ ഞങ്ങൾ നിർത്തി കേട്ടോ. പിന്നെ അവൻ്റെ പല്ല് നീര് തന്നെ കുറഞ്ഞു. അപ്പോഴേക്കും പരീക്ഷ ആകാറായി. പിന്നെ സ്കൂളിലേക്ക് പോകും. പിന്നെ നിർത്താൻ പറ്റാത്ത ചുമ. ഒരു ദിവസം രാത്രി മൊത്തം നിർത്താൻ കുത്തി ചുമ. അവന് പറ്റണേ ഇല്ല കേട്ടോ. കിടക്കാനേ പറ്റുന്നുണ്ടല്ലോ. അമ്മാതിരി നല്ല ചുമയായിരുന്നു. അപ്പോൾ ആദ്യക്കൂട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവനതേ പട്ടിക്കുട്ടിനെയും അതുപോലെ തന്നെ പൂച്ചക്കുഞ്ഞിനെയും പിടിച്ച് ഇതിൽ കൂടി ഓട്ടോണോട്ട് എത്ര പറഞ്ഞിട്ടും അതിനെ പിടിച്ച് കളിക്കണ്ട പറഞ്ഞിട്ട് കേൾക്കണേയില്ല. കുറച്ച് മുമ്പായിട്ട് ആ പട്ടിക്കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ വടിയെടുത്ത് ഒരു അടി കൊടുക്കാനായിട്ട് ഓടിയിട്ടാണ്. അപ്പോൾ അവൻ പിണങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ചാഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവൻ ആ പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് നടക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴാണ് കിട്ടുകയെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഇന്ന് വരയ്ക്കാനൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ അനിയാനൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനെയും കൂട്ടി കടയിലേക്ക് പോയിട്ട് ലേസിൻ്റെ ഒരു 4 പാക്കറ്റ് കൊണ്ടുവന്നു കേട്ടോ. അപ്പം ലേസ് 4 പാക്കറ്റ് കൊണ്ടുവന്നു. അതിപ്പോൾ ഞാൻ പറഞ്ഞു അതിലൊരു പാക്കറ്റ് എനിക്കിതാ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ 1 തരാമെന്ന് പറഞ്ഞു. എന്ത്, ഈ പാക്കറ്റിന് ഉള്ളിൽ നിന്നിട്ട് പാക്കറ്റ് പൊളിച്ചിട്ട് അതിനകത്ത് നിന്ന് ഒരു ലേസേ, ഒരു ചിപ്സ് പോലത്തെ അതിലുണ്ടല്ലോ, അത് 1 എനിക്ക് തരാൻ. അപ്പം ഞാൻ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഓടിയിട്ടു. അപ്പോൾ ഇവന് ആകെ ഒരേ കരച്ചിൽ. എന്നെ ഓടിച്ചിട്ട് അത് വേണേ പറഞ്ഞ് കരഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു അമ്മ ഇനി ഒന്നും വാങ്ങത്തില്ല, ആദ്യക്കൂട്ടന് ഇനി ഫോണ് തരില്ല, ഒന്നും തരില്ല, അമ്മ പിണങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ സങ്കടമായിട്ട് ഇരുന്നപ്പോൾ അവന് സങ്കടം തോന്നി. പിന്നെ അവൻ പാക്കറ്റ് കൊണ്ടുവന്ന് തന്നു. അമ്മ എടുത്തോന്ന് പറഞ്ഞ് തന്നു കേട്ടോ. അവന് ഒരേ കരച്ചിലൊക്കെ ആയിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് അവനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സ്കൂളൊന്നുമില്ല. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ പോകണം. 4:30 എഴുന്നേറ്റ് കഴിഞ്ഞാലും 9 മണിയാവും എൻ്റെ പണിയെല്ലാം ഒരുങ്ങി കഴിയുമ്പോൾ. പാത്രം കഴുകൽ, മുറ്റമടിക്കൽ, ചോറ് വയ്ക്കൽ, കറി വയ്ക്കൽ. വിറക് കുറവാണ് ഫ്രണ്ട്സ്. അപ്പം അതിങ്ങനെ കത്തുകയില്ല കേട്ടോ. എന്നാലും അതൊക്കെ ഒരു 7-8 മണിയാകുമ്പോഴേക്കൊക്കെ ആകും. എന്നാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് സമയം വൈകും. 9 മണിയാകുമ്പോൾ ഞാൻ ധൃതി വെച്ച് പോകും. അപ്പോൾ അവന് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പം അച്ഛൻ്റെ കൂടെയാണ് അവനെപ്പോഴും കുളിക്കാറുള്ളത്. പക്ഷേ എന്താ അച്ഛനെ വയ്യാഞ്ഞിട്ട് എന്താ അറിയില്ല അവനെ കൂടെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവനെ ചൂടുവെള്ളത്തിൽ കഴിക്കാമെന്ന് കരുതിയിരിക്കുക. അപ്പോൾ ഞാനിന്ന് അമ്പലത്തിലും കൂടി ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മുറ്റത്ത് ഇതേ പാവയ്ക്ക പന്തലുണ്ട് കേട്ടോ. അതിൽ കുറേ പാവയ്ക്കകളൊക്കെ
ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ ഞങ്ങളുടെ പാലക്കാട് രീതിയിലുള്ള പാവയ്ക്ക കറി വയ്ക്കാം. പാവയ്ക്കയും പരിപ്പും കൂടിയിട്ട് വാളം പുളി ഒഴിച്ചിട്ട് കറി വയ്ക്കട്ടെ. അപ്പോൾ അങ്ങനെ കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ നാളെ അങ്ങനെ വെക്കാമെന്ന് കരുതി ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോയി കഴിക്കും, പക്ഷേ അത് കാരണം ഇപ്പം ഇവർക്ക് വെച്ച് കൊടുക്കാം. ഇവർ അനിയനൊന്നും കഴിക്കില്ല. അച്ഛൻ പിന്നെ എങ്ങനെ വെച്ചാലും കഴിക്കും. അപ്പോൾ എടാ അതിന് ഉപദ്രവിക്കല്ലടാ ആദ്യ കൂട്ടാൻ. അപ്പോൾ ഇതാ നമ്മുടെ ഇവൻ്റെ ഉപദ്രവം, ആദ്യക്കൊട്ടിൻ്റെ ഉപദ്രവം കാരണം ഇത് ആകെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് പേടിച്ചിട്ട് നമ്മുടെ അടുക്കളയിൽ അവിടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, അടുക്കള തിട്ടുണ്ട്. നമ്മൾ പാത്രങ്ങളും ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് തിട്ട് കെട്ടില്ല. അതിൻ്റെ സ്ലാവിൻ്റെ അടിയിലാണ് കേട്ടോ. ഇത് പേടിച്ചിട്ട് ഇരിക്കണം. ഇതിന് എറിഞ്ഞ് ഇതിന് വയ്യാതെ ആയിട്ട് ഇവ സംസാരിക്കാനേ സമ്മതിക്കില്ല ഫ്രണ്ട്സ്. അപ്പം ഞാൻ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞ് ഇവനെ മേല് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ട് വെക്കേ. ഞാൻ അമ്മ അടിക്കും കേട്ടോ ആദ്യക്കൂട്ടോ. നിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. അവിടെ വെക്കടാ, ഇവിടെ വെക്കടാ അവിടെ. നിനക്ക് പറഞ്ഞ മനസ്സിലായില്ല? ആദ്യം വേണ്ടത് അനുസരണയാണ്. നീ അവിടെ കൊണ്ട് വെച്ച അതിന് വയ്യ. നീ എറിഞ്ഞ് എടുത്ത് അത് വയ്യാതെ വരും ട്ടോ. ആദ്യം കഴിഞ്ഞ ദിവസം ഞാൻ അതിനെ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് 2 അടി കൊടുത്തു തന്നു. പറഞ്ഞാലേ കേൾക്കില്ല. സ്ലാവിൻ്റെ അടിയിൽ അവൻ പോയിരിക്കും. അത് ഓർമ്മയില്ലാണ്ട് അവൻ്റെ തല മുട്ടുകയും ചെയ്യും. എഴുന്നേൽക്കുമ്പോൾ അവൻ ഓർക്കില്ല. അപ്പം നമ്മൾ കാണാതായി അവൻ ഓർക്കാതെ എഴുന്നേറ്റ് അവൻ്റെ തല മുട്ടും. അത് കാരണം ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ കുറേ വഴക്കിട്ടു. പിന്നെ അവൻ അത് തന്നെ ചെയ്യുള്ളൂ. പറഞ്ഞാലേ കേൾക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. കുരുത്തക്കേടിൻ്റെ ഒരു ആശാനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് കേക്ക് വാങ്ങിക്കാമെന്നൊക്കെ അനിയനം പറഞ്ഞിട്ടുണ്ട്. വാങ്ങി തരുമോയെന്ന് എനിക്കെന്തായാലും അറിയില്ല. ഇപ്പം മഞ്ഞൊക്കെ ആയതുകൊണ്ട് ആൾക്കും രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു കുറി വിട്ട് കുറേ നേരം പരുത്തേമ്പള്ളി അവിടെ കടേൻ്റെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. അപ്പം മഞ്ഞ് അത്രയും നേരം വെറുതെ ഒരു കാര്യമില്ലാണ്ട് പോയി നിൽക്കുക. അപ്പം മഞ്ഞും കൊള്ളും. വൈകുന്നേരം ആണെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഇങ്ങനെ നടക്കും മഞ്ഞത്ത്. അത് കാരണം ജലദോഷവും ചുമയും രാവിലെ വന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഇന്നലെ പണിക്ക് പോയായിരുന്നു. മിനിഞ്ഞാന്ന് പണിക്ക് പോയില്ല. ഒന്നും പണിക്ക് പോയിട്ടില്ല. അപ്പം കയ്യിൽ പൈസയില്ല ഫ്രണ്ട്സ്. പിന്നെ അങ്ങനെ കേക്ക് വാങ്ങിത്തരാനുണ്ട്. കള്ളച്ചുമയും ജലദോഷം വന്നിരിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ വഴക്കിടുമായിരുന്നു കേട്ടോ. മഞ്ഞത്ത് അവിടെ പോയി നിൽക്കണ്ടെന്ന് എത്ര പറഞ്ഞാലൊന്നും കേൾക്കണ ഒരു ആളേ ഇല്ല കേട്ടോ. ഞാൻ കുറേ വഴക്കിട്ടാലും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ആഘോഷത്തിനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കൂട്ടുകാരെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരുടെ കൂടെ നടക്കാൻ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. എടാ അപ്പോൾ ഫ്രണ്ട്സ് പിന്നെ വേറെ വിശേഷങ്ങളെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. വിളക്ക് വെക്കണം. പിന്നെ വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ വെച്ച ഒരു നേരം ഭക്ഷണം ചോറും കറിയൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ. മീൻകറി ഉണ്ട്, പിന്നെ ചെറുപയറും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് കുറേ ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല. ആദ്യക്കൂട്ടിന് ചുമ, അതുപോലെ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അവനെ പഠിപ്പിക്കാനുള്ളതൊക്കെ കൊണ്ട് വൈകുന്നേരം അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. 1-2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇന്നലെ ഞാൻ പോയി തുടങ്ങി. എന്നിട്ട് അപ്പോൾ ഇന്ന് നാളെയും കൂടി ഉണ്ട് അമ്പലത്തിൽ. അപ്പം അതിൻ്റെ അടുത്താണ് കട. അപ്പോൾ അവിടെ നിന്ന് സാധനം സവാളയൊക്കെ വാങ്ങിക്കാം. പിന്നെ കേക്ക് വാങ്ങി തന്നാലായി, അല്ലെങ്കിൽ കുഴപ്പമില്ല. വീട്ടിലേക്ക് പോകുമ്പോൾ ന്യൂ ഇയറിന് കേക്കൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി. ഇപ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ ന്യൂ ഇയറിന് തീർച്ചയായിട്ടും വാങ്ങിക്കും. അപ്പം പിന്നെ അടുത്തൊരു സന്തോഷം എന്ന് പറയുന്നത് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചിട്ട് 4ാമത്തെ ആണ്ട് വരികയാണ്. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനെ കണ്ടിട്ട് ഒരുപാട് നാളായി കേട്ടോ അങ്ങനെ കണ്ടിട്ട്. അപ്പം ഒരുപാട് നാളായി അവനെ കണ്ടിട്ട്. അപ്പോൾ വീട്ടിൽ അമ്മയുടെ ആണ്ടിനായിട്ട് പോയി കഴിഞ്ഞ് ഞാനും അവനും കൂടി അഞ്ചുമൂർത്തി ക്ഷേത്രം, പാലക്കാട് പേര് കേട്ടിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. ഹനുമാൻ, അയ്യപ്പൻ, ഗണപതി, ശിവൻ, പിന്നെ വിഷ്ണു, ഇങ്ങനെ 5 മൂർത്തികളുള്ള അമ്പലമാണ് കേട്ടോ. പേര് കേട്ടതാണ്. അപ്പോൾ മരണാന്തര ചടങ്ങുകളൊക്കെ അവിടെയാണ്. ആണ്ട് ബലിയും മരിച്ചിട്ടുള്ള ബലിയൊക്കെ അവിടെ പോയി ഇടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അമ്മ മരിച്ചിട്ട് ഞങ്ങൾ അവിടെയാണ് ചടങ്ങ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ആണ്ടിനും അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ വർഷം 3ാം ആണ്ടിനും ഇപ്പോൾ 4ാമത്തെ ആണ്ടിനുമായിട്ട് ഞാൻ വീട്ടിലേക്കായിട്ട് പോകുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് അച്ഛനും ഞാനും അനിയനും കൂടി പോകും. എന്നിട്ട് അവിടെ പുഴയുണ്ട്. പുഴയിൽ മുങ്ങിക്കുളിച്ചിട്ട് അടുത്ത അമ്പലത്തിൽ ബലിയിടാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ആദ്യക്കൂട്ടനും കൂടിയിട്ട് അച്ഛൻ പറയുന്നുണ്ട് ശനിയാഴ്ച വാന്ന്, അനിയനും പറയുന്നുണ്ട് ഞായറാഴ്ച പോയാൽ മതിയെന്ന്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇവിടെ ഇല്ല പറഞ്ഞു വെച്ചാൽ ആൾ പ്രത്യേകിച്ച് ഒത്തിരി ഭ്രാന്ത് കൂടുതലാകട്ടെ. ഞങ്ങൾ ഇല്ല പറഞ്ഞു മൊത്തം ഭ്രാന്താണ്. അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് വിടുന്നതാണ്.
പിന്നെ സ്കൂൾ വെക്കേഷനൊക്കെ ആണ്. അപ്പോൾ കുറച്ച് ദിവസം ഞങ്ങളവിടെ പോകുമ്പോൾ അച്ഛനും ഒരു സന്തോഷമാകും, ഞങ്ങൾ പോയാൽ അച്ഛനും സന്തോഷമുള്ളൂ. അപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക്. പിന്നെ അത് ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല. പിന്നെ ആദ്യക്കുട്ടന് ആധാർ കാർഡൊന്ന് ശരിയാക്കാനുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ആധാർ എടുത്തിട്ടില്ല അവനെ. അപ്പോൾ ഡിസംബർ മാസത്തിനുള്ളിൽ ആധാർ ശരിയാക്കണമെന്ന് സ്കൂളിൽ നിന്ന് നിർദ്ദേശം തന്നിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ എൻ്റെയും അനിയണിൻ്റെയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അച്ഛൻ്റെ വെച്ചിട്ടാണല്ലോ അവന് ആധാർ എടുക്കേണ്ടത്. അപ്പോൾ അനിയണിൻ്റെ ആധാർ കാർഡിലാണ് അതിൽ തെറ്റുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുത്തിയിട്ട് വേണം ഇനി എടുക്കണം. അതിൻ്റെ ടെൻഷനാണ് ഫ്രണ്ട്സ്. കുറേ നാളായി അതിൻ്റെ പുറകെ നടക്കണു ഞാൻ. പക്ഷെ അത് ശരിയായിട്ടില്ല. അപ്പോൾ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ചെറുത്തല്ലിൽ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. പാലക്കാട് വെച്ച് ചെയ്തതാണ്, വീണ്ടും അത് തെറ്റ് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ വീട്ടുപേര് വരുന്നത് കമ്പിയകത്ത് നിന്നാണ് കേട്ടോ. ആധാർ കാർഡിൽ കമ്പി വെളിയിൽ നിന്നായിട്ടുണ്ട്. അത് അമ്മ അനിയണിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ കമ്പി വെളിയിൽ നിന്ന് ആക്കിയതാണ് കേട്ടോ. അത് പിന്നെ ലൈസൻസിലും അങ്ങനെ എല്ലാത്തിലും കമ്പി വെളിയിൽ നിന്നായി. റേഷൻ കാർഡിലാണ് കമ്പി അകത്തു നിന്നാണ്. അപ്പോൾ ഇത് മാറ്റാതിരുന്ന് എനിക്ക് റേഷൻ കാർഡിൽ പേര് ചേർക്കാനും പറ്റില്ല. പിന്നെ ഒരു കാര്യത്തിന് എനിക്ക് ആകാതിരിക്കാം. അതുകൊണ്ട് അതിനായിട്ട് ഓടണം ഫ്രണ്ട്സ്. അപ്പോൾ അതിലേക്കൊരു ടെൻഷനുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ സമയം ഒരു 6-6:30 ആകാറായിട്ടുണ്ട്. ഇനി വിളക്ക് വെക്കാനായിട്ട് ഫ്രണ്ട്സ്. സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആദ്യക്കുട്ടന് ഇപ്പോൾ ചുമത്തിരി കുറഞ്ഞ് വന്നിട്ടുണ്ട്. മരുന്ന് ഞങ്ങൾ ഒരു ദിവസം മൊത്തം ഉറക്കിയില്ല. പിറ്റേ ദിവസം രാവിലെ ഇവന് നല്ല മൂക്കടപ്പ്, ജലദോഷം, തുമ്മൽ, ചുമ. ഇതും തീരെ ഒരു വഴിയിൽ കുട്ടിക്ക് നേരെ കിടന്നുറങ്ങാൻ തന്നെ പറ്റാത്ത അവസ്ഥയായിട്ട് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടർ മരുന്ന് എഴുതി 5 ദിവസം കഴിഞ്ഞിട്ട് ചുമ കുറഞ്ഞില്ലെങ്കിൽ പിന്നെ മരുന്ന് കഴിച്ചിട്ട് കൂടുതൽ 5 ദിവസം വരെ നിൽക്കണ്ട. അതിന് മുമ്പേ തന്നെ ഒന്നും കൂടി വന്ന് കാണിക്കാൻ പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ ചുമത്തിരി കുറവുണ്ട് കേട്ടോ. മഞ്ഞ് കൊള്ളണത് കൊണ്ടായിരിക്കാം. പക്ഷേ പറഞ്ഞാൽ കേൾക്കില്ല. അകത്ത് പോകുമെന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇത്തിരി കഴിഞ്ഞിട്ട് മേല് കഴുകുക. അങ്ങനെ അധികമായിട്ട് തലമുടിയൊന്നും അങ്ങനെ കഴുകാറില്ല കേട്ടോ. കുറച്ച് മഞ്ഞും ജലദോഷമൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം അത് കഴിയും. പിന്നെ വീട്ടിൽ പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടെ അർത്തിങ്കിൽ പെരുന്നാളാണ്. അർത്തിങ്കിൽ പള്ളിയിൽ പെരുന്നാളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കടയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കടയിൽ ആളെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ജനുവരി 10 മുതലാണ് അർത്തിങ്കിൽ പെരുന്നാൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു മാസത്തോളം ഉണ്ട്. അപ്പോൾ അതിനാൾ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം ഫെബ്രുവരി മാസത്തിൽ എൻ്റെ നാട്ടിൽ പാലക്കാട് തന്നെ പള്ളി നിറച്ച് വരികയാണ്. അതിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് എന്തായാലും അറിയില്ല. പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞു വെച്ചാൽ പോകാനേ പറ്റാറില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യക്കുട്ടനെ പനിയും ജലദോഷമൊക്കെ പിടിച്ച് അവൻ പറഞ്ഞു അമ്മ എന്നെ ചുടുവെള്ളത്തിൽ കുളിപ്പിച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവിടുത്തെ പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചു കേട്ടോ. ചൂടില്ലാത്ത വെള്ളത്തിൽ കുളിപ്പിച്ചു. അപ്പോൾ അവന് പനിയും ജലദോഷമൊക്കെ വന്ന് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പള്ളി നിറച്ച് ആലങ്കോലമായി പോയി. അപ്പോൾ ഇത്തവണ പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷം ഞാൻ ആദ്യക്കുട്ടനും കൂടി പോയത്. ഇത്തവണ ആനിയണ്ണനെ പള്ളി നിറച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ നാട്ടിലേക്ക് വരാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ 3 പേരും പോയി കഴിഞ്ഞാൽ അച്ഛന് ഷുഗറൊക്കെ ഉള്ളതാണ്. അച്ഛനാകെ അങ്ങനെ ആഞ്ചിയാണ് നടക്കുന്നത് തന്നെ കേട്ടോ. വീഴാൻ പോകുന്ന പോലെയാണ് നടക്കുന്നത്. കാലിനും കൈക്കൊക്കെ നീര് വരിക, അങ്ങനെ എന്തോ ശരീരവേദനയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ വയ്യാതെ വന്നാൽ പടാകും. അതുകൊണ്ട് ഞങ്ങളെ മാത്രമേ വിടുന്നുള്ളൂ. അനിയണം വരുന്നില്ല എന്തായാലും. പൂ സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, സൂപ്പർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. പിന്നെന്താ, പിന്നെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യം തുടങ്ങിയിട്ട് ഷോർട്ടൊക്കെ തുടങ്ങി ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ നല്ല കുഞ്ഞിലെയുള്ള വീഡിയോസൊക്കെ ഷോർട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ കൂട്ടുകാരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം അഡ്വാൻസ് ആയിട്ട് തന്നെ ക്രിസ്മസ് ആശംസ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഇനി വിളക്ക് വെക്കണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തുകയാണ്. ശരി. ഇവനോട് പൂ വരയ്ക്കണം കേട്ടോ ആ മുറ്റത്ത്. അപ്പോൾ ശരി.